നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ കരണം പുകച്ച് ബൃന്ദ കാരാട്ട്. അങ്ങ് കേന്ദ്ര CPM-ലെ പെണ്ണുങ്ങളെല്ലാം പിണറായിക്കെതിരെ ഇടഞ്ഞു നിൽക്കുകയാണ്. വിഷയം മുകേഷിനെ രാജിവെപ്പിക്കാത്തത് തന്നെയാണ്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ് CPM-ൽ അടിപൊട്ടി നിൽക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും പിളരാം എന്നുള്ളത്. ഒരു തരത്തിലും കേന്ദ്ര CPM പിണറായി വിജയനെ അംഗീകരിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം മുകേഷിനെ രാജിവെപ്പിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുകയാണെങ്കിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. രാജ്യം വരെ നടുങ്ങിപ്പോയ ഒരു പ്രതിഷേധം മുൻപ് നടന്നിരുന്നുവല്ലോ, ഗുസ്തി താരങ്ങൾ നടത്തിയത്. ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരുന്ന ബ്രിജ്ഭൂഷണെ രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് CPM-ന്റെ വനിതാ കേന്ദ്ര നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധിച്ച് വന്നിരുന്നു. ഗുസ്തി താരങ്ങൾക്കൊപ്പം അവർ പല വേദികളിലും പ്രതിഷേധത്തിൽ ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. ഇതേ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സമാനമായ സംഭവമാണ് കേരളത്തിൽ. അതായത് നടിമാരാണ് ഇപ്പോൾ മുകേഷിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുകേഷ് നടത്തിയ ലൈംഗിക അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാതെ സർക്കാർ മുകേഷിനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആരോപണം വന്ന് തൊട്ടു പിന്നാലെ തന്നെ മുകേഷിനെ ചവിട്ടി പുറത്താക്കിയിരുന്നുവെങ്കിൽ വലിയൊരു കയ്യടി CPM-ന് കിട്ടിയേനെ. എന്നാൽ ഇപ്പോൾ കേന്ദ്ര CPM നേതൃത്വത്തിലെ പെണ്ണുങ്ങൾക്കെല്ലാം വായ മൂടിക്കെട്ടിയിരിക്കേണ്ട അവസ്ഥയാണ്. വലിയ രീതിയിൽ അവർക്ക് നേരെ ചോദ്യങ്ങൾ വരികയാണ്. നിങ്ങളുടെ പാർട്ടിയിലെ ആൾക്കാർ കേരളത്തിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ലൈംഗിക അതിക്രമം നടത്തിയ ആളെയല്ലേ ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുകയാണ്. ഇതോടെ ആനി രാജയ്ക്കും ബൃന്ദ കാരാട്ടിനുമൊക്കെ മൗനം പാലിക്കേണ്ടി വരികയാണ്. മുകേഷിനെതിരെ നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് രംഗത്തുള്ളത് ആനി രാജയും ബൃന്ദ കാരാട്ടുമൊക്കെയാണ്. ഇവിടെ കേരളത്തിൽ ശൈലജ ടീച്ചറും ഒക്കെ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ പാർട്ടി സംരക്ഷിക്കില്ല എന്നാണ് മുകേഷിന്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. രക്ഷിച്ചെടുക്കാൻ പാർട്ടി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മുകേഷിന് വലിയ തട്ടുകേട് സംഭവിക്കില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ലൈംഗിക ചൂഷണ ആരോപണ വിധേയനായ കൊല്ലം MLA മുകേഷ് തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പാടെ തള്ളിയിരിക്കുകയാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. CPM ഔദ്യോഗിക വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദ കാരാട്ട് പിണറായി വിജയനെ പൊളിച്ചടുക്കിക്കൊണ്ട് വെച്ചലക്കിയിരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്കിടെയാണ് നിലപാട് വ്യക്തമാക്കി ബൃന്ദ കാരാട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മുകേഷ് സ്ഥാനത്ത് തുടരുന്നതിനെക്കുറിച്ചും ബൃന്ദയുടെ ലേഖനത്തിൽ പരാമർശമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അനന്തര ഫലത്തെക്കുറിച്ച് ചില ചിന്തകൾ എന്നാണ് ലേഖനത്തിന്റെ തലക്കെട്ട്. ലൈംഗിക ചൂഷണ ആരോപണ വിധേയരായ 2 കോൺഗ്രസ് MLA-മാർ രാജിവെച്ചില്ലല്ലോ, ഇപ്പോഴും തുടരുന്നുണ്ടല്ലോ എന്ന മറുവാദം ഉയർത്തിയാണ് മുകേഷ് ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നത്. മുന്നണി കൺവീനർ തന്നെ ഈ നിലപാട് വ്യാഴാഴ്ച പറയുകയും ചെയ്തു. എന്നാൽ ഈ നിലപാട് ശരിയല്ല എന്ന് ബൃന്ദ കാരാട്ട് ലേഖനത്തിലൂടെ പറയുകയാണ്. അതായത് പിണറായി സർക്കാരിന്റെ പോക്ക് ശരിയല്ല എന്നുള്ളത് ബൃന്ദ കാരാട്ട് വ്യക്തമാക്കി പറയുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന വിധത്തിലുള്ള നിലപാടല്ല വിഷയത്തിൽ കൈക്കൊള്ളേണ്ടതെന്ന് ഹിന്ദിയിലുള്ള ഒരു പ്രയോഗത്തിലൂടെ ബൃന്ദ ലേഖനത്തിൽ പറയുന്നു. ലൈംഗിക പീഡന കേസിൽ ആരോപണ വിധേയരായ 2 MLA-മാരെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുവെന്നും ബൃന്ദ വിമർശിക്കുന്നു. ഇതിന് പിന്നാലെയാണ് മുകേഷ് വിഷയത്തിലെ കൃത്യമായ കാര്യങ്ങൾ ബൃന്ദ പറഞ്ഞത്. ഹേമ കമ്മിറ്റി രൂപവൽക്കരിക്കപ്പെട്ടതിനെയും ഇടത് സർക്കാരിന്റെ നിലപാടിനെയും ലേഖനത്തിൽ ബൃന്ദ പ്രകീർത്തിക്കുന്നുണ്ട്. ലൈംഗിക ചൂഷണ ആരോപണ വിധേയനായ മുകേഷിനെതിരെ കേസെടുത്തതിലൂടെ സർക്കാർ കുറ്റക്കാരെ സംരക്ഷിക്കുകയാണെന്ന കോൺഗ്രസിന്റെ വ്യാജ ആരോപണത്തിന് പിന്നിലെ തരംതാണ രാഷ്ട്രീയം വെളിപ്പെട്ടുവെന്നും ബൃന്ദ പറയുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും എന്ന ലേഖനത്തിലാണ് ബൃന്ദയുടെ വിമർശനമുള്ളത്. ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുത്ത നടപടികളെ അഭിനന്ദിച്ചുകൊണ്ടും പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ പഠിക്കാൻ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും
അതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കാൻ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ സംഘം രൂപവൽക്കരിച്ചതും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായ നടപടിയാണെന്ന് ബൃന്ദ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇടത് സർക്കാർ എടുത്തിരിക്കുന്ന നടപടികളെ മോശപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം ആരോപണം അഴിച്ചുവിടുന്നത്. കോൺഗ്രസിലെ 2 MLA-മാർക്കെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് മുകേഷിന്റെ വിഷയം ഉന്നയിച്ച് പ്രതികരണം നടത്തുന്നതെന്നും ബൃന്ദ ആരോപിക്കുന്നു. തുടർന്ന് നിങ്ങൾ അത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു എന്ന ബാലിശമായ വാദം ഉന്നയിച്ച് പ്രതിരോധം തീർക്കുന്നത് ശരിയല്ലെന്ന് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനെ ബൃന്ദ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം തന്നെ പറയുകയാണ് ബൃന്ദയും. ബലാത്സംഗ കേസിൽ പോലീസ് കേസെടുത്തുവെങ്കിലും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. പീഡനക്കേസിൽ പ്രതികളായ UDF MLA-മാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ഇടത് കൺവീനർ EP ജയരാജൻ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇത് വലിയ രീതിയിലാണ് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ ചോദ്യം വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം CPM-ന് നേരെ ഉയർന്നിരിക്കുന്നത്. എന്തായാലും മുകേഷ് വിഷയത്തിൽ കൈപൊള്ളി നിൽക്കുകയാണ് CPM എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ബൃന്ദ കാരാട്ടും ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് അവരുടെ നേതാക്കന്മാർക്കെതിരെ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതുകൊണ്ട് CPM-ൽ ഒരു ആരോപണം വരുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കില്ല എന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ടും. ഇത് മാത്രമല്ല, ആനി രാജ ശക്തമായി തന്നെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ബൃന്ദ കാരാട്ടിനേക്കാൾ ഒരു പടി മുകളിൽ കടന്നു നിന്ന് മുകേഷിന്റെ രാജിക്ക് വേണ്ടി വലിയ രീതിയിൽ വാദമുയർത്തുന്നത് ആനി രാജയാണ്. ഒരു തരത്തിലും ഇത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കേണ്ടതില്ല എന്ന് പിണറായി വിജയനോട് നേരിട്ട് പറയുകയായിരുന്നു ആനി രാജ. എന്തായാലും മുകേഷിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മുകേഷിന്റെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാറിൽ നിന്നും MLA എന്നുള്ള ബോർഡൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ഇപ്പോൾ മുകേഷ് യാത്ര ചെയ്യുന്നത്. കാരണം തെരുവിൽ പ്രതിഷേധം ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാരുടെ കയ്യിലെങ്ങാനും MLA-യെ കിട്ടിയാൽ അവർ എടുത്തിട്ട് പഞ്ഞിക്കിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ പേടി ഉള്ളത് കൊണ്ട് തന്നെ MLA ബോർഡൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ മുകേഷ് ഒന്ന് പുറത്തിറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.